അമ്മയോട് പറഞ്ഞു കൊടുക്കാം. അമ്മ നിന്നെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുവാ. ഞാൻ ഇത് ഉറപ്പായിട്ടും പറയുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കും കേട്ടോടി. നിന്നെ ഇനി ഞാൻ മേലെ വിശ്വസിക്കാതെ ഒരു സാധനം നിനക്ക് തല്ല കേട്ടോടി. ഞാൻ അത് പറയും. അമ്മ നിർത്താ ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ കേട്ടിട്ട് എന്നെ കുറ്റപ്പെടുത്തി കേട്ടാ. ചുമ്മാ എന്നെ കുറ്റം പറഞ്ഞോണ്ടല്ല. നിനക്ക് എന്താ അടി ഇത്രയും വലുതായിട്ട് പറയുള്ളൂ? എന്തൊക്കെയാണ് നീ നുണയായിരിക്കും പറയുന്നത്? അല്ല ചേച്ചി, ഞാൻ ഈ കാര്യം പറയുന്നൊന്ന് കേട്ടെ. എനിക്ക് ഈ കാര്യത്തിൽ ഒരിക്കലും നുണ പറയുന്ന കാര്യമില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കണം. നമുക്ക് നമ്മുടെ റൂമിൽ പോയിരുന്ന ഒരു കാര്യം പറയണം. എന്തുവാടി നിനക്ക് ഇത്രയും വലിയ കാര്യമെന്ന് പറഞ്ഞു? മര്യാദയ്ക്കൊന്ന് പറ. അത് പിന്നെ ചേച്ചി, ഞാൻ അവിടെ ശരിക്കും പറഞ്ഞ ചേച്ചിയുടെ ഡോണറ്റ് എടുക്കാൻ തന്നെയാ വന്നത്. പക്ഷെ അവിടെ സംഭവിച്ചത്, പെട്ടെന്ന് പോയി ചേച്ചിയുടെ ഡോണറ്റ് കട്ട് തിന്ന. ചേച്ചി എനിക്കുന്നതിന് മുമ്പ് തന്നെ വേണം, അല്ലെങ്കിൽ കണ്ടുപിടിച്ച പെട്ട്. ഈ ഷെൽഫിൽ തന്നെയാ ഒരു പാത്രത്തിട്ട് വെക്കുന്നത് ഞാൻ കണ്ടത്. ഒന്ന് നോക്കാം. ഇനിപ്പോയി കിടന്നുറങ്ങിച്ച് കുറച്ച് കഴിയുമ്പോ അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി എടുത്തു വെച്ച് കഴിക്കാം. അതെന്തുവാ ഷെൽഫിന്ന് ഒരു സൗണ്ട്? ഒന്ന് പോയി നോക്കാം. വെറുതെ കള്ളക്കഥ ഉണ്ടാക്കി പറയാം നീ കഴിച്ചിട്ട്. മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന പോലെ പിന്നെ വിശ്വസിക്കുന്ന പോലെ എന്നാണ് പറയുന്നത്. ചിന്ന നിനക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എന്റെ പൊന്നു ചേച്ചി വേണമെങ്കിൽ വിശ്വസിക്കാൻ മതി. ചേച്ചിയുടെ മുന്നിൽ അപ്രയോഗം വരുമ്പോ ചേച്ചിക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തൊക്കെയാണ് ഡോണറ്റ് എടുത്തത് ഞാൻ പോവാ. രാത്രിയാകുമ്പോ കാണാം. രാത്രി വരുമ്പോ ചേച്ചിക്ക് മനസ്സിലാവും. ഞാൻ ഇന്നും രാത്രി അതുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അടുക്കളയും തട്ടലും മുട്ടലും ഒക്കെ കേൾക്കും. പിന്നെ മിനിഞ്ഞാന്ന് രാത്രിയില്ലേ നമ്മൾ അമ്മ ഉണ്ടാക്കി വെച്ച കേക്കില്ലേ, അതിൽ ഒരു പീസ് മിസ്സിംഗ് ആയിരുന്നു. അതും എന്റെ തലയിലായിരുന്നു. പക്ഷെ ഞാനല്ലേ കഴിച്ചത്. അതും ആ പ്രേതം തന്നെയാ ചേച്ചി. അപ്പൊ ശരി ചേച്ചി, എന്നെ സംശയിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഞാനിതിൽ നിരപരാധിയാ. പിന്നെ പ്രേതം വന്ന് ഡോണറ്റ് കഴിക്കുമ്പോൾ എന്തൊരു നോണയാ അവള്. ഭക്ഷണം കട്ട് തിന്നത് മറ്റുള്ളവരുടെ ഭക്ഷണം എടുത്ത് തിന്നരുതെന്ന് ഞാനല്ല കട്ട് തിന്നത്. ചേച്ചി ഒരു കഥ ഞാൻ പറഞ്ഞിട്ട് കാണൂല എന്തൊക്കെയാണ് അമ്മയോട്. അതാണ് അവിടെ ശരിക്കും സംഭവിച്ചത്. ശരിക്കും അപ്രേതം തന്നെയാ കട്ട് തിന്നത്. നിങ്ങളൊന്നും ഇത് വിശ്വസിക്കുകയല്ല. നിങ്ങൾക്ക് രാത്രിയാകുമ്പോ മനസ്സിലാവും. കൃത്യം അർദ്ധരാത്രിയാകുമ്പോ എനിക്ക് അടുക്കള ചെന്ന് നോക്കുമ്പോ കാണാൻ പറ്റും. എന്തെങ്കിലും ചെയ്യമ്മേ, ആരെങ്കിലും വിളിച്ച് പറയണം, അല്ലെങ്കിൽ നമ്മളെ തീർന്നു. പിന്നെ ഇപ്പൊ ഞാൻ വിശ്വസിച്ചു. ഒന്ന് പോച്ചിന്നു. പിന്നെ ആരും നുണ പറയാൻ പഠിപ്പിച്ച്. ഇതുമാതിരി നുണ പറയുന്ന ഒരു പെണ്ണ് കട്ട് തിന്നിട്ട് സമ്മതിക്കടി. കളി ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ഇവർക്കൊന്നും പ്രേതത്തെ വിശ്വാസമില്ലല്ലോ. എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോ മുതൽ എനിക്ക് പ്രേതത്തെ ശരിക്കും വിശ്വാസമായി. ഇനി എന്തൊക്കെയാണ് അടുക്കളയിലോട്ടോ പുറത്തോട്ടോ പോണ്ട. രാത്രി കിടന്നുറങ്ങാൻ ഒരിക്കലും ഞാൻ ആരുടെ ഫുഡും കട്ടുന്നില്ല. എന്നാലും എന്റെ രൂപം ഇപ്പൊ തന്നെ ഓർത്തിട്ട് പേടിയാവുന്നു. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവാനേ വന്നു. രാത്രി ഇനി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. അങ്ങനെ രാത്രി ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്ന് എന്റെ തല വെട്ടിപ്പോകുന്നു. ആ ബാങ്കിൽ പോയതാണ് എത്ര സമയമാ പോയത്. കിടക്കാം, പ്രാർത്ഥിച്ചിട്ട് കിടക്കാം, അതാ നല്ല. അല്ലെങ്കിൽ ഓരോ ദുസ്വപ്നങ്ങൾ കാണാം. ദൈവമേ കാത്തോണേ. ഇനി ശരിക്കും ചിഹ്നം പറഞ്ഞ സത്യമായിരിക്കും. ഇനി പ്രേതം വല്ലതും ആണോ? ആയിരിക്കില്ല.